നമസ്കാരം ഗൈസ്. ഇന്നൊരു ട്രിപ്പ് എങ്ങോട്ടാ? ഞങ്ങളൊരു മഴ വൈബ് പിടിക്കാനുള്ളൊരു സെറ്റപ്പിൽ ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ ക്ലൈമറ്റ് അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളൊരു ഹിഡൻ സ്പോട്ട്, നമ്മളെ വീടിനടുത്തുള്ളൊരു ഹിഡൻ സ്പോട്ടല്ല, സ്പോട്ടിലൂടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തിരക്കുക. അപ്പോൾ മഴ വിശേഷങ്ങൾ നമുക്ക് കാണാം. Come on. ഇതാണ് ഗൈസ് കാഞ്ഞിരത്തിങ്കൽ സ്കൂൾ. സ്കൂൾ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററോളം മുമ്പോട്ട് പോകണം. നമ്മൾ ഈ റോഡ് സ്ട്രെയിറ്റ് ചെന്ന് ഇറങ്ങുന്നത് വള്ളക്കടവിലാണ്. ഇതാണ് നമ്മളുടെ സ്പോട്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു. ഇവിടെ എല്ലാം മണ്ണിടിഞ്ഞ് താന്നേക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പാലം പണിയുടെ ഭാഗമായിട്ട് ഇവിടെയൊക്കെയാണ്. നമുക്ക് അന്നേരം വണ്ടി ഒന്ന് ഒതുക്കി വെക്കാം. നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്പോട്ട്. ഇവിടെ പാലം പണി നടക്കുവാണെന്ന് ചെറിയ ഒഴുക്കുണ്ടല്ലേ. ഒഴുക്കിൻ്റെ തെങ്ങാണ്. ഇവിടുന്ന് അപ്പുറത്തേക്ക് കടക്കാനായിട്ടൊരു പാലം, ഒരു നല്ലൊരു പാലം ഉണ്ടായിരുന്നു ഇവിടെ. അതൊരു അത്യാവശ്യം ഒരു വൈബായിരുന്നു. പക്ഷെ അത് സാധാരണ ഫുള്ള് മഴയത്ത് കൊണ്ടുപോയി, മഴ കൊണ്ടുപോയി പാലം, വെള്ളം. ഇവിടുന്ന് ഈ കടവിൽ നിന്ന് അപ്പുറത്തോട്ട് പോകുമായിരുന്നു. അപ്പുറത്തേക്ക് ഈ പാലം വഴി നൈസായിട്ട് ഇറങ്ങി പോകുമായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. ഈ ഭാഗമൊക്കെ നല്ല വ്യൂ ആയിട്ട് കിടന്നത്.
ഫുള്ള് മഴ വന്ന് വെള്ളം കയറി ഫുള്ള് പോയി കിടക്കും. അപ്പോൾ മന്തിയായിട്ട് പറഞ്ഞ ഹിഡൻ സ്പോട്ട്. ചുമ്മാ നമുക്കിപ്പോ കാര്യം വള്ളത്തിരുന്നുണ്ട്. ചുമ്മാ ടൈറ്റാനിക് ഇങ്ങനെ എടുക്കാണോ ബാക്ക്ഗ്രൗണ്ട് ഇച്ച് വെള്ളവും കൂടെ കയറ്റിയിട്ട് നിങ്ങൾ രണ്ടിനും അങ്ങനെ നിൽക്ക്. ഇത് എടുക്കുന്നയാന്നോ? ഇത് എടുക്കുന്നയാന്നോ? ആ അപ്പുറത്ത് പൊട്ടിപ്പൊളഞ്ഞതിനകത്ത് ഇതിനകത്തൊരു ഇതില്ല. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഇറക്കാം. നീ ഈ സൈഡിൽ ഇരുന്നിട്ട് ഇതിലൂടെ കയറുന്ന വെള്ളം കോരി കളഞ്ഞുകൊണ്ടിരുന്നാൽ നല്ല വളരെ നല്ല ഐഡിയ. ഒരു ബക്കറ്റ് അങ്ങോട്ട് കമത്തിയും വെച്ചാൽ പോരെ. ഇത് ആ കിടക്കുന്ന ബക്കറ്റ് ഇവിടെ കമത്തിയും വെക്കുക. ഇത്ര ഉള്ള പരിപാടി. അടുപ്പിച്ച് പിടിക്കും. ആ കോഴിക്കൊത്തല്ലേ ഒന്നുകൂടെ പാടുന്ന രാരിത്തമ്മേ നിന്നെ കോഴിക്കൊത്തല്ലേ. ഈ സ്പോട്ടില് ഇതിനാണോ ഇവിടെ ഇതിനാണോ നമ്മള് വന്നേ? ഈ സ്പോട്ടിൽ നമ്മൾ ഇന്ന് വന്നെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വെള്ളം ഇറക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഇറക്കാനും ഇവിടെ ഇരിക്കാനും. നമുക്ക് ഇറക്കിയാലോ പോലെ. ഞാനതാ പറയാം, ഒറ്റ മൈൻഡ് വെള്ളം ഒഴിക്കാൻ വിടാം. ഇതെല്ലാം ഗോകുലിന്റെ സാമ്രാജ്യമാണ്. അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ഇട്ട് എവിടെ വെച്ചായിരുന്നു. കൂടോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുവായിരുന്നു. ഇതിന്റെ വെളി ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ഇട്ടായിരുന്നു, കണ്ടില്ലായിരുന്നു? ഓ
അത് ഇതിന്റെ മണ്ടയിലായിരുന്നു. ശരിയാണ്, വെള്ളമാണ്. ഈ മരത്തിനകത്തുണ്ട്. അതീ വേണ്ടെന്നാ. ഞാൻ വീണ നിങ്ങൾ എങ്ങനെ എന്നെ രക്ഷിക്കും? ഇല്ല, ഇതിന്റെ കുഴി പോയാൽ ഞങ്ങൾ രക്ഷിക്കത്തില്ല. വീട്ടിൽ പോയി ആളുകളുണ്ട്. അത് ബലമുള്ളതാണോ? താഴോട്ട് നോക്കിയിട്ട് രാജ്യം കൊണ്ട് കയറി പോകും. വയറിന് കളി. ചിത്തോണ ആ കൊച്ചു ചുള്ളിയിലൊക്കെ പിടിച്ചോണ്ടിരുന്ന താഴെ പോയി. കുറച്ച് വീഡിയോയില് ആളെ കാണും. മരം ഉൾപ്പെടെ തറയണേ. വീഡിയോ കാണുന്നില്ല. വീഡിയോയില് ആളെ കാണത്തില്ല. അവസാനം അച്ഛയില് തൂക്കം കയറുമ്പോ ഉറുപിടിച്ച് തറയിടും. കഴുത്തി കയറ് കുരുങ്ങി കഴിയുന്നത് ചത്തുപോയി. ജോസഫിന് അത് പിടിച്ചാൽ തൂങ്ങി ഇരുന്നിറങ്ങ്. ഓ, രണ്ട് കാലം അപ്പുറത്തിട്ടിരുന്നു. എന്ത് ഈ കാണിക്കുന്നു? ഇരിക്കവിടെ. ആഴാന്നേ ഉള്ളു. അവസാനം യൂട്യൂബ് ചാടിയൊന്നും ചെയ്യല്ലേ എന്റെ പോയി. കോഴിക്കുത്തിയോലോ ഡോറ ബൂച്ച്. അതിലും ഭേദമാണ് കഴുകാത്തത്. വെള്ളം നശിപ്പിച്ച് ആ കാലിറക്കി. അതിന് ദേവി. നമുക്കിവിടെ വന്നിട്ട് തോന്നുന്നത് കണ്ടോണ്ട് നിക്കാം. അത്രേ ഉള്ളല്ലോ. ഫാമിലി ആയിട്ട് വന്ന എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. കോവിലിന്റെ അഭിപ്രായം എന്തോ സ്പോർട്ടിനെ പറ്റി? തമാശ കളിക്കല്ലേ? ഇത് നമ്മുടെ ഒരു പ്ലേസ് ആണ്. അത്രേ ഉള്ളൂ. സ്പോർട്ടിനെ പറ്റിയുള്ള അഭിപ്രായം എന്തോ? സ്പോർട്ട് നൈസാ. നൈസ് സ്പോട്ടല്ലേ? ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ഒന്ന് വന്നിരിക്കാൻ പറ്റുന്നൊരു സ്പോട്ടായിരുന്നു ഇവിടെ. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിടന്നു. ഇത് നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറം അവിടെ നമുക്ക് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകായിരുന്നു. ഫുള്ള് കാടുമായി മൊത്തത്തിൽ വെള്ളം കയറി ആപ്പാടെ ശോകമായിട്ട് കിടക്കുന്നൊരവസ്ഥയപ്പോൾ. പിന്നെ നീ ഇവിടെ വരുന്നവർക്ക് ഈ വള്ളത്തിലെ കുറച്ച് നേരം ഇരുന്നിട്ട് വീട്ടിൽ പോവാം. ഓക്കെ, ഇങ്ങനെയുള്ള സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അകത്തോട്ടൊരു സ്പോട്ടുണ്ട്. ആ സ്പോട്ട് ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കൊല്ലംകാരായതുകൊണ്ട് ഒന്നും പറയത്തില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പിള്ളേർ നേരത്തെ ഇപ്പോൾ ഇവിടെ സ്പോട്ട് കയ്യേറിയിട്ടുണ്ട്.
രവി കൊറേ നേരം കൊണ്ട് നിക്കുവായിരുന്നു, ഇപ്പൊ ഇരിക്കാൻ സ്പോട്ട് കിട്ടി. ആറിൻ്റെ തീരത്ത് ഇതുപോലൊരു പ്രൈവറ്റ് സ്പോട്ട്. അത്യാവശ്യം നല്ലൊരു ഏരിയ. അപ്പോൾ അങ്ങോട്ട് പോയിട്ടാ ആയോ. കാറ്റത്തും മഴയത്തും തേക്കൊക്കെ എവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതാ നോക്കി ഇതാ നോക്കി. നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ട് എത്തിയിട്ടില്ല ഇതുവരെ. കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം. കമോൺ. ക്ഷീണമായോ? എടുത്തോ ക്ഷീണമായോ? താക്കോലുണ്ട്. ക്ഷീണമായോ? ഓ ആരുടെയോ പുരയിട. പോകണം. പറങ്കിമാവൻ തോട്ടം. പക്ഷെ കൊള്ളാല്ലേ, ഇരിക്കാൻ ഒരുപാട് ജില്ലകളുമുണ്ട്. ഇവിടെ നമ്മൾ ഇടയ്ക്ക് വന്ന് മീൻ പിടിക്കുന്ന സ്പോട്ടാണ് ഇവിടെ. ഇത്. പക്ഷെ നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ട് ഇവിടെ എല്ലാം ഫുള്ള് കുപ്പികളും ചവറുകളുമാണ് ഫുള്ള്. പക്ഷെ നമുക്ക് ഇവിടെ ഇറങ്ങി നിന്ന് നൈസായിട്ട് ചൂണ്ടയിട്ടാൽ നല്ല തൂക്കം വരാലിനെ കിട്ടും. വരാലിടപ്പം ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിൻ്റെ അവസാനത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ നോക്കിയാൽ പള്ളിമൺ ആറ് കാണാം. ഈ കാണുന്നത് പള്ളിമണാറിൻ്റെ ഒരു ഭാഗമാണ്. കൊരങ്ങന. ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓ നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര നേരം എടുക്കും അങ്ങോട്ട് വരാൻ? ഏകദേശം വീട്ടിൽ നിന്നൊരു 10 മിനിറ്റത്തെ കേസേ ഉള്ളൂ. പുല്ലൊക്കെ പറിച്ചോണ്ട് പോകുന്നു കാലി. ആടിന് കൊടുക്കാം. എന്നാ ഇവിടുന്ന് പറിക്കട്ടെ, നമുക്ക് പോവാം. ചിത്തുവിന് ഈ സൈറ്റിനെ പറ്റി എന്ത് അഭിപ്രായം? സൈറ്റിനെ പറ്റി അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങോട്ട് നമ്മളിപ്പോൾ ഈ കയറി ഈ സ്പോട്ടിലോട്ട് ഞാൻ വന്നിട്ടുണ്ട്. 1-2 തവണ വന്നിട്ടുണ്ട്. മീൻ പിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കറങ്ങിയടക്കം വന്നിട്ടുണ്ട്. അല്ലാതെ ആറിൻ്റെ ആ സ്പോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ കളിച്ച് വളരുന്ന ഏരിയയാണ്. കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ വന്ന് അവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. അവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന ഏരിയ ആയിരുന്നു. ആ വെള്ളക്കടവ് ഫുള്ള് വെള്ളം കയറി ആ ഒരു സ്പോട്ടങ്ങ് പോയി. ആ പാലം പോയതോടുകൂടി ആകപ്പാടെ ശോകമായി അവിടെ. പാലം പോയതല്ല, ഇവിടെ വെള്ളം കയറിയപ്പോഴത്തേക്ക് വലിയ വെള്ളമൊന്നും ഇല്ലാത്ത സ്പോട്ടായിരുന്നു അവിടെ. അവിടെ ഇറങ്ങി നൈസായിട്ട് ഇരുന്ന് കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല, തുടർന്ന് കാണാം. ഓക്കെ, ബൈ.